എൻ്റെ പ്രിയ സഹോദരിക്ക് സ്നേഹാശംസകൾ. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹം എന്ന വാക്ക് മനുഷ്യരായ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകൾ ഒരു വലിയ ബംഗ്ലാവ്, പലവിധമായ കാറുകൾ, അനേക ഏക്കർ ഭൂമി, വിദേശത്ത് ജോലി എന്നിവയൊക്കെയാണ്. നമുക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ ലഭിച്ചാലും ആൺകുട്ടികൾ ജനിച്ചാലും അനുഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു. പെൺകുട്ടികളും ദൈവത്തിൻ്റെ മക്കളാണെന്ന കാര്യം നാം മറക്കരുത്. പെൺകുട്ടികളുണ്ടെങ്കിൽ സ്ത്രീധനം ധാരാളം നൽകേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന പലരുണ്ട്. എങ്കിലും വയസ്സായ മാതാപിതാക്കൾക്ക് പെൺകുട്ടികൾ ഒരു ആശ്വാസമാണെന്ന് പലരും പറയുന്നതും നാം കേട്ടിട്ടുണ്ട്. ചിലർക്ക് ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും. സ്ത്രീധന ചെലവില്ലല്ലോ. സ്ത്രീധനം ലഭിക്കുമെന്നും മകൻ പണം സമ്പാദിക്കുമെന്നും അവർ കരുതുന്നു. നമുക്ക് ആൺമക്കളുണ്ട്, എങ്കിലും എന്ത് കാര്യം എന്ന് കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന് കരുതിയാലും അതൊരു അനുഗ്രഹമാണെന്ന് അർത്ഥമാക്കുന്നില്ല. ഈ സമൃദ്ധികൾ ഉണ്ടായിരുന്നിട്ടും നിരവധി ആളുകൾ വേദനയിലും അസമാധാനത്തിലും ജീവിക്കുന്നു. പണമുള്ളവരെയെല്ലാം ദൈവം അനുഗ്രഹിച്ചതാണെന്നും അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെന്നും ചിലർ കരുതുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. പിന്നെ എന്തിന് ഒരാളെ താൻ ധനികനായും മറ്റൊരാളെ ദരിദ്രനായും നിർത്തുന്നു എന്ന് കരുതിയേക്കാം. ദൈവം അത് അങ്ങനെ സൃഷ്ടിച്ചതല്ല. മനുഷ്യർ മൂലമുണ്ടായ സംഭവങ്ങളാണ് ഇതിന് കാരണം. ഒരപ്പനും അമ്മയ്ക്കും 3 കുട്ടികളുണ്ട് എന്ന് കരുതുക. ഒരാൾ നല്ല നിലയിൽ പഠിച്ച് ഡോക്ടറായി. രണ്ടാമൻ അത്രയും നന്നായി പഠിക്കാത്തതിനാൽ ഒരു ശരാശരി ജോലിയാണ് ചെയ്യുന്നത്. മൂന്നാമൻ ഒട്ടും തന്നെ പഠിച്ചില്ല. പശുക്കളെ മേയ്ക്കുകയാണ് അയാളുടെ തൊഴിൽ. അവരുടെ മക്കൾ ഏത് നിലയിലായിരിക്കും? ഡോക്ടറുടെ കുടുംബത്തിൽ പണം കുമിഞ്ഞു കൂടുന്നു. സാധാരണ ജോലി ചെയ്യുന്ന ആൾ ശരാശരി ജീവിതം നയിക്കുകയും കുടുംബം വളർത്തുകയും ചെയ്യും. വിദ്യാഭ്യാസമില്ലാത്ത ആളുടെ കുടുംബം അസുഖകരമായ സാഹചര്യങ്ങൾ ജീവിക്കും. എന്നാൽ ഇവരുടെ സന്തതികൾക്ക് പഠിക്കാനും നല്ല അക്കാദമിക നേട്ടങ്ങൾ നേടാനും കഴിയും. ഡോക്ടറുടെ മകൻ മദ്യപിച്ച് നിസ്സംഗനാകുകയാണെങ്കിൽ താൻ അപമാനകരമായ അവസ്ഥയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലർ മറ്റുള്ളവരെ വഞ്ചിക്കുകയും കൊലപ്പെടുത്തുകയും സ്വത്ത് കൈക്കലാക്കുകയും സമ്പന്നരായ വ്യക്തികളായി ജീവിക്കുകയും ചെയ്തേക്കാം. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയില്ല. ഡോക്ടറായാലും സാധാരണ ജോലിക്കാരനായാലും മാതാപിതാക്കൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ചിലർ വിവേചനം കാണിച്ചേക്കാം, അത് വേറെ കാര്യം. അവർ ഡോക്ടറായ മകന് ബിരിയാണി കൊടുത്ത് സാധാരണ തൊഴിലാളിയായ മകന് സാമ്പാറും ചോറും, പശുപാലകനായ മകന് കഞ്ഞിയും കൊടുക്കില്ല. കാരണം അവർ 3 പേരും അവരുടെ മക്കളാണ്. സ്വന്തം പരിശ്രമത്തിലൂടെ അവർ അവരുടെ സ്ഥാനങ്ങൾ നേടി. നമ്മുടെ അമ്മയപ്പനും ഒരു വിവേചനവും കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിനെ എങ്ങനെ വിവേചനം കാണിക്കാൻ കഴിയും? അവനത് കാണിക്കില്ല. എല്ലാവരും അനുഗ്രഹീതമായ ജീവിതം നയിക്കണമെന്നാണ് ദൈവഹിതം. ഒരു കുട്ടിക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടെന്ന് കരുതി ഒരു അപ്പനോ അമ്മയോ കുട്ടിയെ പുറത്താക്കില്ല. പകരം അടുത്തു നിന്ന് പ്രതിവിധി ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് കുറവുകളും പാപങ്ങളും ഉണ്ടെന്ന് കരുതി നമ്മെ തള്ളിക്കളയുമോ? ഇല്ല. പാപി ആയതുകൊണ്ട് അവൻ അവനെ തള്ളിക്കളഞ്ഞില്ല. ഈ സംഭവം വിശുദ്ധ ബൈബിളിലെ ലൂക്കോസ് 5-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. നമ്മൾ യേശുവിനായി എന്ത് നൽകുവാനെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയമാകുന്ന വള്ളത്തിൽ അവന് ഇടം നൽകുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ ആരായാലും എങ്ങനെയുള്ളവരായാലും പരിശുദ്ധനായ കർത്താവ് നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അതുകൊണ്ട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയും. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ പോലും അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുകയും ചെയ്യും. ജീവിതത്തിലുടനീളം എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹം. ദൈവാനുഗ്രഹം വേണമെങ്കിൽ നാം ദൈവത്തോടൊപ്പമായിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എഴുതാം. നമുക്ക് പണവും അനുഗ്രഹവും മാത്രം മതിയോ? എല്ലാറ്റിനുമുപരി നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത കത്തിലെഴുതാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.